guys, welcome back to Talks. Guys, അപ്പോൾ ഇന്നത്തെ ചലഞ്ച് ബ്ലഡ് പിക്ചർ ചലഞ്ച് എങ്ങനെയാന്ന് പറഞ്ഞുതരാം. ബ്ലഡ് പിക്ചർ കാണിക്കും, അത് ഏതാണെന്ന് നമ്മൾ ഗസ് ചെയ്ത് പറയണം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഫസ്റ്റ് പിക്ചർ പ്ലീസ്. ടെലിഫോൺ ബൂത്ത് ആണോ? ആണെങ്കിൽ ആണെന്ന് പറയാം, ആണെങ്കിൽ പോയിന്റ് കൊടുക്കുക. എന്തിനാ ഇങ്ങനെ വെയിറ്റ് ചെയ്യണേ? ജക്ടർ മൈമി ആണോ ഇനി പിക്ചർ അയച്ച് തന്നെ റൗണ്ടിൽ ഒരു പോയിന്റ് ആയിട്ട് ജക്ടർ മൈമി. ഇവിടെ സംഭവം എന്ന് പറഞ്ഞാൽ കൊളാബ് ചെയ്തിട്ടുണ്ട് ജക്ടർ മൈമിയും ക്രൂ ആയിട്ട്. ഇവിടെ നേരെ കണ്ടന്റിൽ വന്നിരിക്കുന്നത്. എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ പ്ലീസ്. ക്രോസ് അല്ല, ക്യാൻഡിൽസ്. ക്രോസ് എന്താ പറഞ്ഞത്? ക്രോസ് പൂജ. ഓക്കെ, നെക്സ്റ്റ് വൺ. എന്താ കൈ പിടിക്കുന്നത്? പിയാനോ. എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. എനിക്ക് ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. ബ്രോ എന്നോട് വന്നിട്ട് 40-3 പൊട്ടിപ്പോയി. എന്തോ മറ്റേ സീനിയർ പ്ലെയർ 40-3. അത് കഴിഞ്ഞിട്ട് 2 കളി പൊട്ടാറായപ്പോ ബാക്ക് അടിച്ചിട്ട് ഞാൻ 3 കളി അടിച്ചുറക്കി ഞാൻ. ഇരുന്ന് പറയണം അവിടെ രണ്ടും കൂടെ. അങ്ങനെ ഇന്ന് ചായ കുടിക്കാൻ പോയേ. ചായ കുടിക്കാൻ പോയി നിന്റെ വണ്ടിയിൽ പോയിട്ട് നിന്റെ വണ്ടിയിൽ പോയി. അത് കഴിഞ്ഞിട്ട് ചായ കുടിച്ചു കഴിഞ്ഞപ്പോ അവിടെ 2-3 പെമ്പിളേ നിൽക്കണ്ടായിരുന്നു. ഇവർ 2 റൈസ് അടിച്ചു വണ്ടി വീടോടെ. എന്നിട്ട് ഞാൻ വന്ന് പിടിച്ചത് നടത്തിയെന്നറിയാല. വണ്ടി വീടുണ്ട്. എനിക്ക് ആർസി ഓടിക്കാറിയില്ല. ഇയാളെ വീണ എന്നിട്ട് എന്റെ പേരിലേക്ക് ആക്കിയതാ. ഇല്ല വണ്ടിയുടെ പെയിന്റ് പോയാ? ഒന്നും പറ്റിയിട്ടില്ല. ഞാൻ വന്ന് പിടിച്ചില്ല എന്റെ കൈ. പിന്നെ അങ്ങനത്തെ ഒന്നുമില്ല. വേറെ ചേട്ടാ സിഗരറ്റ് വലിച്ചോണ്ടിരിക്കുന്നത്. എന്റെ പൊണ്ണി ആരാ റോൾ ഇറക്കിയെന്നറിയാമോ? ഇയാള് 3 പെമ്പിള്ളേരെ കണ്ടപ്പോ ഞാനിപ്പോ ഒരു ഷോ ഇറക്കാന്ന് പറഞ്ഞ എന്റെ കയ്യിൽ നിന്ന് വണ്ടിയുടെ ചാവി എടുത്തിട്ട് ഇയാളാ ഇതായത്. ഇയാളെ കാണിച്ചത് ഷൂട്ട് പെട്ടെന്ന് കഴിഞ്ഞാൽ എന്നിട്ടാണ് എന്റെ വണ്ടി നോക്കാനായിട്ട് ഒന്നും പറ്റില്ല. ഇയാളാണ് വീണത്. ഇല്ല വീണില്ല. ഇയാള് ചെരിഞ്ഞ് ഇങ്ങനെ. എടാ മനുഷ്യ ഇയാളെ ഇത് ചെയ്തെന്ന്. അത് കഴിഞ്ഞ് മാമന്റെ അത് ഇറക്കാൻ വേണ്ടി പറയല്ലേ പറഞ്ഞ ഇവിടെ കാണിച്ചത്. അയ്യ, അത് ഈ കഥ ഞാൻ വിചാരിച്ചില്ല. എന്ത് ഇത് കഥ? ഞാൻ മറ്റേ മാമന്റെ മാമന്റെ ഞാൻ പറഞ്ഞത്. ആലോചിക്കാം 5 മിനിറ്റ് സമയം തരാം. ആലോചിക്കാം. 1 hour later. റേഡിയോ അല്ല, മൈനസ് ചെയ്തേക്കും. മൊബൈൽ ഫോൺ. കാണിച്ചേ. പഴയ മൊബൈൽ ഫോണല്ലേ? ഞാൻ മറ്റേ സാധനം ആലോചിച്ചോണ്ടിരിക്കുന്നത്. മറ്റേ സാധനല്ലേ അതാ ഞാൻ റേഡിയോ എന്ന് പറഞ്ഞത്. പോക്കിട്ടോക്കി. അത് പോക്കിട്ടോക്കി. റേഡിയോ വേറെ. അതും റേഡിയോ ആടാ. അല്ല, പിന്നെ നീ RP കയറിയിട്ട് എന്ത് സാധനം കയ്യിൽ എടുക്കുന്നത് ഓർമ്മയുണ്ടോ? അത് വേറെ. പോക്കിട്ടോക്കി നമ്മള് മീറ്റപ്പിന് അതിന് പോക്കിട്ടോക്കി എന്ന് പറയുന്നേ. മറ്റേ റേഡിയോയുടെ ഇത് വരുമ്പോ മറ്റേതാടാ. അത് വയർലെസ്. RPയിലെ റേഡിയോ ഇതാണ്. ബ്രോയ്ക്ക് അറിയാവോ അത്? എന്നാ ഞങ്ങൾ തോറ്റു. വയർലെസ് റേഡിയോ ഉണ്ട്. റേഡിയോ മനസ്സിലായടേ. മറ്റേ ഒരു കറക്റ്റ് ഒരു ചാനൽ സെറ്റ് ചെയ്തിട്ട് കളിക്കും. ബാറ്ററി. ഓ ശരിയാ. നീ തുടങ്ങി മോനെ. കൃഷ്ണൻകുട്ടി ദേശമായ മറ്റേതല്ലേ ഡ്യൂറാസെല്ല്. വേറെ എന്തൊക്കെയാ പറഞ്ഞു? കോട്ടത്തിന്റെ പേരാ പറഞ്ഞത്. എന്താ ബ്രോ ആദ്യം പറഞ്ഞത്? എന്താണ് ബ്രോ അവിടെ പറഞ്ഞത്? അതൊന്നും അറിയില്ലേ? ഈ വാവച്ചല്ലോടോ താൻ തിന്നുന്നേ? ഈ വാവച്ച് ഒരു കോമൺ സാധനം ഇല്ലേ? എന്റെ ദൈവം. ഞാൻ തിരിച്ചെടുത്തു. ഇങ്ങനെ എടുക്കും. ഇങ്ങനെ ഇപ്പൊ എടുത്ത്. ഓക്കെ നെക്സ്റ്റ് റൗണ്ട്. ജെയിംസ് ബോണ്ട്. ചിക്കൻ. കൊറേ മൈനസ് ഇടുന്നുണ്ട്. അല്ല, ഇത് മൈനസ് ഇടുന്നില്ലേ? ബ്രോ കൂടെ നിങ്ങൾ പറ. ഞാൻ പറന്ന് പറഞ്ഞാ മതിയോ? ബ്രോ
ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇന്ന് ഉച്ചക്ക് വൈകിട്ടൊരു സാധനം അടിച്ചാൽ അതൊന്നും അടിക്കോ കിഴങ്ങ് എന്നിട്ട് എന്നോട് ചിരിക്കാൻ പറഞ്ഞത് ബ്രോ എന്ത് ഫ്രണ്ട് എന്നോട് സപ്പോർട്ട് ചെയ്യും ബ്രോ. അന്ന് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞ എല്ലാ ഫ്രണ്ടും ചിരിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടം. കണ്ണടിച്ചിട്ടില്ല, അടിക്കുമ്പോ ഇപ്പം ചിരിച്ചാൽ മതി. ഹൗസ് വിശ്വസിക്കണം. കൊമ്പനാണോ? വായും കൂടെ തുറന്നിരുന്ന് ആരെല്ലാം വന്ന് പെടുത്തു തരും. ബ്രോയ്ക്ക് നല്ല എക്സ്പീരിയൻസ് പൈസ ഉണ്ടാക്കുന്ന ഇങ്ങനെയാ. 2 രൂപ കോയിൻ ഇട്ടാ 2 രൂപ കോയിൻ ഇട്ടാ 2 രൂപ ഇല്ല 2 രൂപ കോയിൻ ഇട്ടാ പബ്ലിക് ടോയ്ലറ്റ് ഇവര് ഉരുണ്ട് വീണെന്ന് പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്തല്ലേ. മാനിപ്പുലേഷൻ കിങ് എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഇങ്ങനെ കഴിഞ്ഞിട്ടുള്ളൂ മാനിപ്പുലേഷൻ കിങ്. അത് നിങ്ങൾക്ക് വല്ലതും പറയണ്ടേ ഇതിനകത്ത്? ഞാൻ പറഞ്ഞോളാം. 1 3 2 3 ഇനി ഞാൻ പറയാം. മഞ്ഞ നിറം കണ്ട് ബനാന പറഞ്ഞ മണ്ടൻ. ഞാൻ ചിക്കന്റെ കാലം അങ്ങോട്ട് നീണ്ടിരിക്കുന്നത് ഞാൻ വിട്ട്. ഓ ഇതെന്താണ് ഇത്? ഹണിയാ? ഹണി. ഇത് പിന്നെ കണ്ടില്ല ഇതെന്ത് മൈൻഡ് ക്രാഫ്റ്റ്? ഇതൊക്കെ നമ്മളെ എങ്ങനെ കണ്ടുപിടിക്കാനാ ഈ ഹണിയൊക്കെ? ബ്രോ ബുദ്ധിയുള്ളവർ കണ്ടുപിടിച്ചോളൂ. അന്റെ ബ്രോ കണ്ടുപിടിച്ചില്ലല്ലോ. ബുദ്ധിയില്ല. ഗസെങ്കിലും ചെയ്തായിരുന്നു. പിന്നെ ഞാനും ഗസ് ചെയ്തിട്ടല്ലേ -2 ഇരിക്കുന്നത്. നോക്കട്ടെ. ജസ്റ്റ് ഡു ഇറ്റ്. ബ്രോ പറഞ്ഞ ഇൻഡയറക്റ്റ് ആയിട്ട് ഇവൻ ഇല്ലാന്ന് ഗസ് ചെയ്യാതിരുന്നത് ഇവനാണ്. അപ്പൊ ഇവന് ബുദ്ധി ഇല്ലാന്നാണ് ബ്രോ പറഞ്ഞത്. അതാണറിയാം. കണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അമ്മാമാർ ഇതിലെന്തോ പറയുന്നത്. അപ്പൊ ഞാനാണ് പൊക്കിയത് ഗിത്താർ. പിന്നെ കാണിക്കുന്നത് എന്തിനാ? അല്ല ഇതിപ്പോ കാണിക്കണ്ടേന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നെക്സ്റ്റ് ആണ് കല്ല്. ഞാൻ പറയണ? ഞാൻ പറയത്തില്ല. കറുപ്പ സഞ്ചി എന്ന് പറ. എന്താ ഇല്ലാത്ത ബുദ്ധി എന്തിനും വരുന്നുണ്ട്? എന്താ ശരിക്കണം നിന്നെക്കൊട്ട് അടിച്ച്. ഇനി ബുദ്ധി ഉണ്ടെന്ന് കാണിക്കുമ്പോൾ ആൻസർ പറയണായിരിക്കൂലേ? വീണ്ടും ആലോചിച്ചോണ്ടിരിക്കല്ലേ? ഞാൻ ഒറ്റ കാര്യം പറയാം, ഇത്രയും ബ്ലാക്ക് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് ബ്ലാക്ക് ആണ്. റോക്ക് വേസ്റ്റാ. അത് വേസ്റ്റാ. പൈസ ഒക്കെ ഏകദേശം ഈ രൂപല്ലേ? കറുത്ത വേസ്റ്റ് ആരും അപ്പൊ വെളുത്ത വേസ്റ്റ് ഇങ്ങനെയാടാ. ഇനി വായില് വിരലിടാനേ പറ്റൂ. ബ്രോ എന്താ ആലോചിക്കണേ? അല്ല മൺഡേ ട്യൂസ്ഡേ ബ്രോ അത് പറയാൻ പറ്റുമോ നിങ്ങക്ക്? ബാഗ് ആണോ? ബ്രോയ്ക്കെല്ലാം പറയാണ്ടോ? ഞാൻ വിട്ടു. വേസ്റ്റ് ബാഗ്. എന്താടാ മണ്ടല്ലടാ. ലെഗ് ആരുടെ? ചിക്കന്റെ. എനിക്ക് സാധനം അറിയാം, പക്ഷെ പേരറിയത്തില്ല. ഇതുവരെ ഡോമിന് മനസ്സിലായില്ലേ? അങ്ങനെ കൈ നോക്കി പറഞ്ഞ അതല്ല. അൽഫാം. എന്താന്ന്? അൽഫാമാ? അതൊന്ന് കരിഞ്ഞ അൽഫാമാ? എടാ അത് ബ്ലറല്ലേ? അല്ല, അത് കരിഞ്ഞല്ലേ. വിട്ട് കൈകൊന്നിച്ചിട്ട് ഗണ്ണ് അല്ല. ഓ CCTV. ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാൻ തേങ്ങ? ഇത് വെള്ള കളറല്ലേ, പിന്നെ ബ്ലാക്ക് എന്ന് പറഞ്ഞ എന്തിനാ? സ്റ്റാപ്ലർ എന്താ ധൃതിയല്ലേ മൈനസ് മേടിക്കാനായിട്ട് അല്ലേ? ഇതൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കും. എനിക്കൊരു തേങ്ങ സ്ട്രൈറ്റ്നർ. ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞാലും എനിക്കല്ലേ പറയാൻ പറ്റൂ. സോറി ഞാൻ പറഞ്ഞ ആളാ. ഞാൻ മറ്റാണ് കറക്റ്റ്.
പ്ലെയർ. അയ്യോ നെയിൽ കട്ടർ ചോപ്ലർ അല്ല നെയിൽ കട്ടർ ആയിരുന്നല്ലേ. ഗൈസ് നെക്സ്റ്റ് വൺ പ്ലീസ്. പൊക്കി പൊക്കി. 1 പ്ലെയർ 2 3. പ്ലെയർ പ്ലെയർ ഏത് എന്ത് പ്ലെയർ? നെക്സ്റ്റ് വൺ. ഫയർ. ഇത് ഫയർ എക്സിക്യൂട്ടർ. എക്സിക്യൂട്ടർ അല്ല തെറ്റി. ഫയർ എക്സോസ്റ്റർ. ഫയർ എക്സ്റ്റിംഗ്വിഷർ. തന്നെയാണ് ഫയർ എക്സിക്യൂട്ടർ ഫയർ എക്സോസ്റ്റർ. മണ്ടൻ മരമണ്ടൻ ബുദ്ധിമാൻ. എന്താ ഇരിക്കുന്ന ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ എന്ന് പറയുന്ന എക്സ് റൗണ്ട്. കൊമ്പൻ. മൈനസ് പോയിക്കോട്ടെ. നെക്സ്റ്റ് വൺ. സ്പേസ്ഷിപ്പ്. ഞാൻ പണ്ട് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഏലിയൻസിന്റെ കൂടെ. ഏലിയൻസിന്റെ ഭാര്യയായിട്ടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. 1 2 3. കാക്കടാത്. കാക്കി കാക്കി കൂടെ വിടി. കുത്തമ്പിനാർ. കൊത്തിന്റെ ആളാ. കുത്തമ്പിനാർ അല്ലേ KFC കമ്പനി വിശ്വാസമല്ല, പിസ്സ ടവർ ആണ്. ഞാനാ പറയണേ. പിസ്സ ടവർ. ഞാനാ കൈ ഞാനാ കൈ നോക്കിയത്. കൊട കൊട. കാലം കൂടെ എന്നാ എന്റെ പേര്. അല്ല പൂപ്പിക്കൊട. അല്ല കാലം കൂടെ കേരള പൂപ്പി കണ്ടോണ്ടിരുന്നത് ഞാൻ. അല്ല എനിക്ക് ഹോം തിയേറ്റർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തിയേറ്ററൊക്കെ വീട്ടിലുണ്ടാ. സ്വന്തമായിട്ട് സാറ്റലൈറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ മാർസ് എന്റെ വകയായിരുന്നു. സ്ട്രീറ്റ് ലൈറ്റ്. റെഡ് സ്ട്രീറ്റാ. എന്താ ഇതിങ്ങനെ ഓരോന്ന് കൊടുത്തു ഇങ്ങനെ അതല്ല ഇവരെന്നും കൂടി പറഞ്ഞോണ്ടിരുന്നത് പിന്നെ പോണെന്ന്. ഇവിടെ കാമക്കടിയുള്ള ആർക്കാർക്കല്ല ഇങ്ങനെ ഫുള്ള് മാനിപ്പുലേറ്റ് ചെയ്യുന്നേ. ഇങ്ങനെ എന്നോട് ഒന്നിന്റെ പറയുവാണ് ചുമന്ന രൂപ കാണിച്ചു തരുമോ. ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് പിന്നെ എന്റെ അടുത്ത് ചോദിച്ചത്. ഇവിടുത്തെ മാനിപ്പുലേഷൻ കിങ്ങാ. ഇയാള് ലെഫ്റ്റ് സൈഡ് നോക്കി ആരും കാണാതിരിക്കും. ഞാൻ കണ്ട് 0. സുഭാഷേ സുഭാഷും ഇല്ല അവിടെ ആരില്ലേ. ആരില്ലേ അതുകൊണ്ടത് പറഞ്ഞോണ്ട് കൊടുക്ക. ആരുമില്ലാന്നറിയാ. അത് ആ ക്വസ്റ്റ്യൻ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇതായിരുന്നു നടക്കുന്ന കേന്ദ്രം. മൈക്ക് മറ്റേ ഇത് അല്ല. ഇനിയില്ല. അതെനിക്കറിയായിരുന്നു. സ്വിങ് മെഷീൻ. തയ്യൽ മെഷീൻ. 1 2 3. അയ്യോ ആരും കണ്ടത് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ മറ്റേ സ്പീക്കറാണോ മറ്റേ നീ ഒരു പ്രാവശ്യം പറഞ്ഞല്ലേ സംസാരിക്കുന്നത്. അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചു. കോളംബി. അലാവുദ്ദീന്റെ അത്ഭുതം. എന്ത് അലാവുദ്ദീന്റെ അല്ല വേറെ അതെനിക്കുള്ളതാ.
ഞാൻ അത്ഭുതങ്ങളൊക്കെ പറഞ്ഞു. ഓ ഇനി അതിന് ഇംഗ്ലീഷ് ആലോചിക്കായിരിക്കും. അതിന് വിളക്കെന്നേ പറയാൻ പറ്റുള്ളൂ. അത്ഭുതങ്ങളൊക്കെ അപ്പൊ ഞാൻ എനിക്ക് അല്ല അലാവുദ്ദീന്റെ അത്ഭുതങ്ങളൊക്കെ ഏതാ ഏറ്റവും പോണേ? പിന്നെ അലാവുദ്ദീൻ മാത്രം ഉണ്ടാക്കി വെച്ചിരിക്കണം അത്ഭുതങ്ങളൊക്കെ. അതെ, അങ്ങനെ അത്ഭുത വിളക്ക് എന്ന് പറഞ്ഞൊരു വിളക്കില്ല. വിളക്ക് അത്ഭുത വിളക്കാന്ന് ക്രൂ പറഞ്ഞാ പിന്നെ അപ്പില്ലേ സാധനം. പിന്നെ അത്ഭുത വിളക്ക് എന്ന് വെച്ചാൽ അങ്ങനെ വിളക്കുണ്ടോ? ക്രൂ ആണ് പറഞ്ഞിരിക്കുന്നത് സാധനം ഇടാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ഞാനാ വിസില്. ഞാൻ ആദ്യം അല്ല നെക്സ്റ്റ് വൺ പ്ലീസ്. ഗൈസ് അപ്പൊ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആണ്. ജാക്ക് പോട്ട് വേണം. 5 മിനിറ്റ് ജാക്ക്പോട്ടും ഇല്ല. ആലോചിക്കണ്ട. ഷാർപ്പണം 2 പോയിന്റ് കൊടുത്തിട്ട് ജാക്ക്പോട്ട് 5. ജാക്ക് പോട്ട് 5. ഗൈസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ചലഞ്ചില് പോയിന്റ് സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പുറകിൽ -6 ആയിട്ട് ഞാനുണ്ട്. പുറകിൽ സെക്കൻഡ് ഉണ്ട് -2 ആൻഡ് LDBCB 0 പോയിന്റ് ആയിട്ട് നിൽക്കുകയാണ്. എനിക്ക് ഈ ഒരു വലിയ നിലയിലെത്താൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു. ഈ ചലഞ്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. നമ്മളെ ഫോളോ ചെയ്യുക, വിറ്റോക്സിനെ ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ എല്ലായിടത്തും ഫോളോ ചെയ്യുക, ഫോളോ ചെയ്യുക. ആൻഡ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ, ടാറ്റാ.